അപ്പോൾ നമ്മളങ്ങനെ പോകാൻ റെഡി ഗൈസ്. സോ ഞാൻ നമ്മളെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യാണ്. സ്വതവ അങ്ങനെയാണല്ലോ, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പോസ്റ്റാണ് ഫ്രണ്ട്സുകൾ തരാം. അവനോട് ഞാൻ 6 മണിക്ക് എത്താൻ പറഞ്ഞാണ്. ഇപ്പോൾ ഏകദേശം സമയം 7 മണി, ഇതുവരെ എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം 7:20 7:20 കൂടി 7:30 കൂടി അവൻ എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പോസ്റ്റ് തന്നെയാണ് പോസ്റ്റ്. അങ്ങനെ 6 മണി തൊട്ട് പോസ്റ്റ് വന്നിട്ട് ഏകദേശം 7:45 കൂടി പുള്ളിക്കാരൻ എത്തിയെന്ന് വേണം പറയാം. ആൾ ഹൈനസുമായിട്ടാണ് എത്തിയത്. എനിക്ക് ഭയങ്കര പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടൊരു വെഹിക്കിളാണ്. കാരണം അതിൻ്റെ എൻജിൻ റിഫൈൻമെൻറ്റ് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു ഡിസ്പ്ലേ ഉണ്ടോ നിങ്ങൾ, ടി വി എസിൻ്റെ ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ നാവിഗേഷൻസ് കറക്റ്റായിട്ട് നമുക്ക് മിറർ മോണിറ്റർ ചെയ്യാം. അതായത് ഫോൺ നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്തിട്ട് ഇതുപോലെ മിറർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ എങ്കിൽ പോലും ചില എന്താ പറയുക, എനിക്ക് തോന്നുന്നു അപ്ഡേറ്റിൻ്റെ ഇഷ്യൂ ആവാം, ചിലപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ ആവാം. ചില സമയത്ത് നല്ല രീതിയിൽ തന്നെ ഗ്ലിച്ചസ് ഇതിൽ കൊടുക്കുന്നുണ്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക അനൗൺസ്മെൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് GPS. അത് ഭയങ്കര നമുക്ക് ഹെഡ്ഫോണൊക്കെ വെച്ചിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഇറിറ്റേറ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും ചില സമയത്ത്. അതുപോലെ നമ്മുടെ ചെക്കൻ്റെ ട്രാവൽ എക്സ്പീരിയൻസ് ഉണ്ട് മക്കളെ, പൊളി എന്ന് പറഞ്ഞാൽ പൊളി. എജ്ജാതി കംഫർട്ടാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും അറിയുന്നില്ല, ഒരു ടയർഡ്നെസ്സോ അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഫീൽ ബാഡ് മൊമെൻറ്റോ ഈ വെഹിക്കിളിൻ്റെ മുകളിൽ ഇല്ലയെന്ന് വേണം പറയാം. ഇപ്പോൾ നമ്മൾ ഈ വെഹിക്കിൾ നിർത്തിയതെന്ന് വെച്ചാൽ നമ്മുടെ ലഗേജിനൊരു കയറ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അതായത് റോപ്പ് ഒന്ന് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട്. വീണ്ടും നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാലോ, ഒരു എന്താ പറയുക ക്ലൈമറ്റ് ചൂടാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ടയർഡ്നെസ്സോ കാര്യങ്ങളൊന്നും ഈ വെഹിക്കിളിൻ്റെ മുകളിൽ ഫീൽ ചെയ്യുന്നില്ല. ഏകദേശം 300cc എൻജിൻ വെച്ചിട്ട് നമ്മുടെ ഹൈനസിന് ഈസി ആയിട്ടാണ് ക്രൂസ് ചെയ്ത് തോപ്പിക്കുന്നത്. 350cc ആണ് ഹൈനസ് എന്ന് എല്ലാവർക്കും അറിയാലോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയണം, ഇതിൻ്റെ ആ ഒരു GPS ഡിസ്പ്ലേ ഒരു രക്ഷയില്ല. ഏകദേശം നല്ല ഒഴിഞ്ഞ ബൈപ്പാസ് കിട്ടിയപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അതായത് ഞാനങ്ങനെ വീഡിയോ എടുക്കാറില്ല. അപ്പോൾ ഒന്ന് ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ ചെയ്യാം, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് അവനെ പറഞ്ഞ് ഏൽപ്പിച്ചു, എടാ ഒന്ന് വീഡിയോ ഒന്ന് എടുക്കണേ എന്ന് പറഞ്ഞിട്ട്. ആളും ശരി ഓക്കെ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ കുറച്ച് മുന്നേ പോയി നിന്നോ, ഞാൻ വണ്ടി ഓടിച്ച് വരാം, നീ എടുക്കണേന്ന് പറഞ്ഞു. അവൻ വണ്ടിയുടെ മുകളിൽ നിന്ന് ഇറങ്ങാതെ എടുത്ത ഷോട്ടാണിത്, ഒന്ന് നോക്കണേ. എന്നെയോ വണ്ടീനെയോ നിങ്ങൾ വ്യക്തമായിട്ട് കാണുന്നുണ്ടോ എന്ന് നോക്കി, ഇല്ലല്ലോ, ഇല്ല. ഇത് രണ്ടാമത് എടുത്ത വീഡിയോ. ഇത് പിന്നെയും കുറച്ചും കൂടി കുഴപ്പമില്ലാന്ന് വെക്കാം. വഴക്ക് പറഞ്ഞ് എടുത്ത വീഡിയോ ആണ്, ഒന്ന് ആലോചിക്കണം. നമ്മുടെ ചെക്കനെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്താ അറിയോ, വേറെ ഒന്നുമല്ല, നമ്മുടെ ക്രൂസ് കൺട്രോളാണ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലായി, ഞാൻ ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. എക്സിലേറ്റർ ഞാൻ കൊടുത്തിട്ട് പോലുമില്ല. ഏകദേശം 65 ഞാൻ സെറ്റാക്കി വെച്ചിട്ട് വണ്ടി സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഫീച്ചർ യൂസ് ചെയ്തത് വേറെ ഒന്നിനല്ല, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, എല്ലാവരും ട്രാവൽ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഓപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ DJI വെച്ചിട്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് എല്ലാവരും വീഡിയോ എടുക്കുക. എനിക്കിതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫോൺ വെച്ചിട്ട് തന്നെ ചെയ്യണം. പക്ഷേ ഫോൺ വെച്ചിട്ട് ചെയ്യാനാണെങ്കിലും ഇതുപോലുള്ള ഫ്രീ ആയിട്ടുള്ള റോഡ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്രൂസ് കൺട്രോൾ യൂസ് ചെയ്യാനും പറ്റുള്ളൂ, ഇതുപോലെ വീഡിയോസ് എടുക്കാനും പറ്റുള്ളൂ. മോസ്റ്റ്ലി ഞാൻ അങ്ങനത്തെ സ്ഥലങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഡേഞ്ചറാണെന്ന് എനിക്കറിയാം, എങ്കിലും വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തത്. കണ്ടില്ലേ, ഇപ്പോഴും ഞാൻ ക്ലച്ച് എന്ന് പറഞ്ഞ സാധനം തൊട്ടിട്ടില്ല, ആക്സിലറേറ്ററും കൊടുത്തിട്ടില്ല. വണ്ടി സ്മൂത്തായിട്ട് 65 കിലോമീറ്ററിൽ പോകുന്നുണ്ട്. നമ്മുടെ ക്രൂസ് കൺട്രോൾ ഇട്ട് ഓടിക്കുന്ന സമയത്തെ വണ്ടി സിംഗിൾ ഹാൻഡിൽ റൈഡ് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ ഹാൻഡിൽ നല്ല ജെർക്ക് വരുന്നുണ്ട്. റീസൺ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ചെക്കൻ ഹെൽമെറ്റ് ഫുള്ളല്ല വെച്ചത്, ഹാഫാണ് വെച്ചത്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഹെൽമെറ്റ് ബാക്കിലോട്ട് പോയി നിന്നിട്ട് ഞാൻ എടുത്ത വീഡിയോ ആണിത്. അവൻ മുന്നോട്ട് ശരിയാക്കുന്നു, പിന്നെയും ബാക്കോട്ട് പോകുന്നു. നമ്മൾ ഈ ഒരു പെട്രോൾ പമ്പിൽ വെയിറ്റ് ചെയ്യുന്നത് പെട്രോൾ അടിക്കാനോ ഒന്നിനല്ല കേട്ടോ. ഒരു പെട്രോൾ തീർന്നു ഒരു ചേട്ടനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്ത് വന്നതാണ്. സോ അവൻ്റെ പിന്നാലെ ഞാനും വന്നു. സ്വതവേ എല്ലാവർക്കും അറിയാം, നൈറ്റ് റൈഡ് പോകുന്ന സമയത്ത് ഫുഡ് കഴിക്കാനല്ല ഹോട്ടൽസ് തപ്പിയെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഞങ്ങൾ എത്രയോ തപ്പിയിട്ടാണ് നമുക്ക് ഈ ഒരു ഹോട്ടൽ കിട്ടിയത്. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫുഡാണ്. പിന്നെ അവനൊരു നാണക്കാരനായതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. അവസാനം നമ്മൾ എടപ്പള്ളി എത്തി, റൂം കിട്ടി, നമ്മൾ സ്റ്റേ ചെയ്തു. ഇന്നത്തെ ദിവസം വൈൻഡ് ഓഫ്. നാളെ രാവിലെ ബാക്ക് ടു മൂന്നാർ.